തെരഞ്ഞെടുപ്പ് സംസ്ഥാന അസംബ്ലിയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് വിറളി പൂണ്ടതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അവരുടെ പോഷക സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPIMൻ്റെ നേതാക്കന്മാരെയും മന്ത്രിസഭയിലെ അംഗങ്ങളെയും കടന്നാക്രമിക്കുന്നതിന് അവർ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് KPCCക്കോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകമാകെ പ്രശംസിച്ചിട്ടുള്ള, ലോകമാകെ അംഗീകരിച്ചിട്ടുള്ള ഒരു മേഖലയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. ആ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ശ്രമം, കോർപ്പറേറ്റുകളുടെ പരിശ്രമം, കോൺഗ്രസിൻ്റെ പരിശ്രമം ഒക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ആരോഗ്യ മേഖലയെ തകർക്കുക എന്ന ഗൂഢ ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പോൾ മന്ത്രിക്കെതിരായിട്ടുള്ള കയ്യേറ്റം മാത്രമല്ല, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ആരോഗ്യ മേഖലയുടെ യശസ് കെടുത്തിക്കളയുക എന്ന ഗൂഢ ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവരുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ CPIM ശക്തമായി എതിർക്കുകയാണ്, ശക്തമായി പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ 28 സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് 10 വർഷക്കാലമായി മാറി മാറി വന്ന 2 സ്ത്രീകൾ മന്ത്രിമാരായിക്കൊണ്ട് കേരളത്തിനകത്ത് നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിലെ കേന്ദ്ര സർവേ അനുസരിച്ച് ഇന്ത്യയിലെ നമ്പർ 1 ആണ് കേരളം ആരോഗ്യവകുപ്പിൽ. അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലും കേരളത്തിനകത്ത് ഇടത് ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നമ്പർ 1 ആയി പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ്. ഇതിനെല്ലാം കൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി UDFന്റെ ഗുണ്ടകളെ ഇറക്കിക്കൊണ്ട് കേരളത്തിനകത്ത് ഒരു കലാപമുണ്ടാക്കുന്നതിന് വേണ്ടി UDFകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 10 വർഷക്കാലമായി കേരളത്തിനകത്ത് ഒരു വർഗീയ ലഹള പോലും ഉണ്ടാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുറേ നാളുകളായി. സഖാവ് വീണ ജോർജിനെതിരെയുള്ള ഈ ഒരു ആക്രമണം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. സഖാവ് ആരോഗ്യമന്ത്രിയായി വന്നു കഴിഞ്ഞതിന് ശേഷം ഈ കേരളത്തിനകത്ത് വിപ്ലവാത്മകമായിട്ടുള്ള പല നിയമ നടപടികൾക്കും ആരോഗ്യവകുപ്പ് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതിലൂടെ ഒരു വലിയ ആശ്വാസമാണ് കേരളത്തിലെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ആരോഗ്യ മേഖല കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ ഈ കേരളത്തിനകത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഈ കേരളത്തിനകത്ത് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒട്ടേറെ വിപ്ലവാത്മകമായിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് അടിത്തറ പാകി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഈ കേരളത്തിൻ്റെ അകത്ത് അധികാരത്തിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് KSUവും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും അവർക്ക്